അപ്പോ പിന്നെ തന്റെ താമസത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വല്ല ബന്ധക്കാരും സ്വന്തക്കാരും ഒക്കെ കാണും അല്ലേ? ഏയ് അങ്ങനെ ആരും ഇല്ല എനിക്കിവിടെ. ആദ്യമായിട്ടാ ഇവിടെ വരണ തന്നെ. അയ്യോ, അപ്പൊ പിന്നെ എങ്ങനാ? അത് തന്നെ ഞാനും ആലോചിക്കണേ. ഒരു രൂപമില്ല. വല്ല ഹോട്ടലിലിട്ട് താമസിക്കാന്ന് വെച്ചാ കിട്ടുന്ന ശമ്പളം അതിന് തന്നെ തികയില്ല എന്നാ കേക്കണേ. പിന്നെ എന്താ ചെയ്യാ? തോമസേ, തന്റെ നല്ല കാലം. ഒരേ കൂടി ഞങ്ങള് രണ്ടുപേരും ഈ തോമസിന്റെ വീടിന്റെ ഒരു പോർഷനില്ല താമസം. ഉണ്ണിക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാ, ബുദ്ധിമുട്ടില്ലെങ്കിൽ. പറ്റുമെന്ന് വെച്ചാൽ വലിയ ഉപകാരമായി. വേറെ ഒരു വഴി ഇല്ലാത്തോണ്ടാ ബുദ്ധിമുട്ടിക്കേണ്ടി വരണേ. ഓ പിന്നെ ഇതിലാ ഇപ്പൊ വലിയ ബുദ്ധിമുട്ട്. താൻ വാ, ഉള്ള സൗകര്യത്തിൽ നമുക്ക് കൂടാം. വാടകയുടെ കാര്യമൊക്കെ എങ്ങനെയാണാവോ? അയ്യോ എന്റെ പൊന്നു സാറേ, സത്യത്തിൽ പണം ഉണ്ടാക്കാനല്ലേ. പിന്നെ മനുഷ്യപ്പറ്റുള്ള 2-3 പേർ അടുത്തുണ്ടെങ്കിൽ മിണ്ടിയും പറഞ്ഞു നോക്കി ഇരിക്കാമല്ലോ എന്ന് കരുതിയ. പിന്നെന്താന്ന് പറഞ്ഞാല് ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം ഇക്കാലത്ത് നിന്ന് പഴയ്ക്കാൻ പറ്റുമോ? വാടകയുടെ കാര്യമൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. സാറായിട്ട് ഇപ്പൊ കൂടുതലൊന്നും തരണ്ട. എല്ലാവരും തരുന്നത് തന്നെ സാറും അങ്ങ് തന്നേച്ചാ മതി. അതേതായാലും വലിയ ഔദാര്യായി പോയി അല്ലേ വർഗീസേ? അതെ അതെ. മടുത്തു ചേച്ചി. എവിടെയെങ്കിലും പോയി ചത്താലോന്ന് വരെ തോന്നിപ്പോവാണ്. എന്തൊക്കെയാ തുളസി പറയണേ? അത്രയ്ക്കായി ഞാൻ സഹിക്കുന്നു. ചേച്ചിക്ക് അറിഞ്ഞൂടെ, കല്യാണം കഴിഞ്ഞ പിന്നെ സന്തോഷം എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? എന്തേലും അറിയാണ്ട് ഞാൻ പറയണതോ പ്രവർത്തിക്കണതോ ഇഷ്ടാവാഞ്ഞിട്ടാണെന്ന് വെച്ചാൽ മനസ്സിലാക്കാം. ഇതതുമല്ല, വഴക്കുണ്ടാക്കാൻ വേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കുക. പിന്നെ കണ്ണിച്ചൊരിയില്ലാത്ത വിധ വാക്കും പ്രവൃത്തി. ഇന്നലെ തന്നെ ഇപ്പൊ എന്ത് കാരണം ഉണ്ടായിട്ടാ? ചോദിക്കുന്നവരോടൊക്കെ വാതുക്കൽ മുട്ടി പൊട്ടിയതാന്ന് പറയാന്നല്ലാണ്ട് എല്ലാം ശരിയാവുന്ന് സമാധാനിക്കാനല്ലേ പറ്റൂ. ശരിയാവും. ശരിയാവുമ്പോഴേക്കും എന്റെ ഈ ജന്മം കഴിഞ്ഞിട്ടുണ്ടാവും. ഫയലിംഗ് എല്ലാം കഴിഞ്ഞോ? ഇവിടെ ഉണ്ടായിരുന്നിടത്തോളം കഴിഞ്ഞു. കഴിഞ്ഞ മാസത്തെ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കോപ്പി എടുക്കണം. ഫയലിൽ കാണും. വൃത്തിയായിട്ട് എടുക്കണം. 4 മണിക്ക് മുമ്പ് എന്റെ കൈ കിട്ടുകയും വേണം. സാർ, പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി ഫയലിൽ ഉണ്ടാവുന്നാ പറഞ്ഞേ. പ്രൊഡക്ഷൻ ഫയലിലും ഇല്ല, സ്റ്റേറ്റ്മെന്റ് ഫയലിലും ഇല്ല. പിന്നെ എന്താ എന്റെ പേരെന്നാ പറഞ്ഞേ? പേരൊന്നും പറഞ്ഞില്ലല്ലോ. ആയിക്കോട്ടെ, പറഞ്ഞില്ല. എന്നാൽ ഇപ്പൊ ഇത് ആദ്യമായി ചോദിക്കുന്നു, എന്താണ് എന്റെ പേര്? കെ അച്യുതനുണ്ണി. ഉണ്ണിന്ന് എല്ലാരും വിളിക്ക. അത് ചോദിച്ചില്ലല്ലോ. സ്റ്റേറ്റ്മെന്റ് ഏത് ഫയലിലാ ഉണ്ടാവുമെന്ന് അറിഞ്ഞാ 4 മണിക്കും കൊടുക്കാന്നാ പറഞ്ഞേ. ഈ 2 ഫയലിലും ഉണ്ടാവില്ല. പിന്നെ ബാക്ക് ഫയൽ നോക്കാം, അത് കാണും. താങ്ക് യു സാർ. അതേ, താൻ എന്നെ 2 പ്രാവശ്യമായി സാറെന്ന് വിളിക്കുന്നു. എനിക്കത് അശേഷം ഇഷ്ടമാവണില്ല. എന്നെ രാമേട്ടാന്ന് വിളിച്ചാൽ മതി. ശരി സാർ. ശരി രാമേട്ട. നോക്കിക്കാണ്ട് പോയി ജോലി എന്താച്ചാ ചെയ്യ്. Yes, Bantek India Limited here. Sure. May I know who is speaking, please? Oh, kindly hold on a second, please. Tulasi, phone.
ഇതാരാ ചേച്ചി? ഹസ്ബൻഡാ? ഞാൻ ക്യാൻറ്റീനിൽ പോയിരിക്കാന്ന് പറയായിരുന്നില്ലേ ചേച്ചി? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്താ വിവരം എന്ന് ചോദിക്കൂ. ഹലോ, ഞാൻ തുളസിയാണ്. അയ്യോ അല്ല, ജോലി ചെയ്യുന്നിടത്തുനിന്ന് വേഗം വരികയായിരുന്നു. ഇല്ല ഇല്ല ഇല്ലെന്ന് എത്ര പ്രാവശ്യം ഞാൻ പറയാ. എന്റെ ഈശ്വര, ഇത് ഓഫീസാണ് രാജേട്ടാ. ഈശ്വരനെ ഓർത്ത് പ്ലീസ്. 5 മണിക്ക് ഓഫീസ് വിടും. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തില്ലേ? എന്നിട്ട് ചോദിക്കേ എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യായിക്കൂടെ? എനിക്ക് വയ്യ. ഇതിലും ഭേദമായിട്ട് 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോടൊക്കെല്ലോ കോപ്പി. നാണാവൂലേ ഇത്രയും സമയം എടുത്തിട്ട് ഒടുവിൽ ഇതും കൊണ്ട് എന്റെ അടുത്തേക്ക് വരാൻ? പൊയ്ക്കോളൂ. ആരെങ്കിലും ഒന്ന് വഴക്ക് പറയുമ്പോഴേക്കും നിന്ന് ചിണും. ആണുങ്ങളായ ഒരു തന്റെ ഇടമൊക്കെ വേണ്ട. അല്ലെങ്കിൽ വഴക്ക് പറയിപ്പിക്കാതിരിക്കാൻ നോക്കണം. അതിനുള്ളൊരു മിടുക്കെങ്കിലും വേണം. എന്റെ ഉണ്ണി, താനീ തൃത്താലയിലെയും പൊന്നാനിയിലെയും പാവത്തോമച്ചൻ നടന്നാലേ ഇവിടെ പഴയ്ക്കാൻ പറ്റില്ല. എന്നാലും ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനിടയ്ക്ക് 2 തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു. ഇങ്ങനെ നടന്ന് പിടയ്ക്കാനുണ്ടോ? അല്ലെങ്കിലും ആ ശാരദാമ്മയ്ക്ക് ഇത്തിരി കൊമ്പ് കൂടുതലാ. വഴക്ക് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന എന്റെ പക്ഷം. തുടക്കക്കാരെ കുറച്ചൊക്കെ വരട്ടി തന്നെ നിർത്തണം. എന്റെ പ്രദേശ പീഡ് ഞാൻ അത്രയ്ക്ക് മുക്രയിട്ടവനാ. പിന്നെ തുടക്കക്കാരും കൂടെ അനുഭവിക്കട്ടെ. അത് എന്റെ അസൂയല്ലേടോ. ഒരു കണക്കിന് ശാരദാമ്മ എങ്ങനെയാ വഴക്ക് പറയാതിരിക്കുന്നേ? നല്ല ഒന്നാന്തരം സാരി, അതും ഫോറിനാണെന്നാ തോന്നുന്നേ. അതിൽ മഷി ഒഴിക്കുക എന്ന് വെച്ചാ അത് നല്ല സ്ഥാനത്ത്. ദേഷ്യം വരാതിരിക്കുവോ? ഉണ്ണി സാറ് ചെയ്തു വെച്ചൊരു പണിയേ. അതേതായാലും കലക്കിട്ടോ. അവര് തന്നെ അടുത്ത കാലത്ത് അങ്ങ് മറക്കില്ല. ഞാൻ വേണം വെച്ചിട്ട് ചെയ്തതൊന്നുമല്ല, അറിയാണ്ട് പറ്റിയതാ. പിന്നെയും തുടങ്ങിയ ആളിച്ചിടുങ്ങാൻ. എടോ, ഞങ്ങള് തമാശക്ക് തന്നെ ഒന്ന് വാരിയതല്ലേ. എടാ, ഇക്കണക്കിന് 2 പേര് ഇപ്പൊ പകലാണെന്ന് തറപ്പിച്ച് പറഞ്ഞാൽ താൻ വിശ്വസിക്കുമല്ലോ. ഇങ്ങനെ പാവത്താനായാലും അപകടമാണ്. മനുഷ്യനായ കുറച്ചൊക്കെ സെൻസ് വേണ്ടേ? എന്താണ് തമാശ, എന്താണ് കാര്യം എന്ന് തിരിച്ചറിയാണ്ട് പിന്നെ എങ്ങനാ? താൻ നല്ല ചോണയായിട്ട് നെല്ലടോ. 1 അല്ല 10 ശാരദാമ്മ വന്നാലും പുൽ പോലെ നമുക്ക് കൈകാര്യം ചെയ്യാം. ആ, വഴക്ക് പറഞ്ഞപ്പോ സങ്കടം തോന്നിയത് നേരാ, കരയാനും തോന്നി. അത്രേ ഉള്ളൂ, അതോടെ തീർന്നു. അല്ലാണ്ട് എനിക്ക് അവരോട് ദേഷ്യവും തോന്നിയില്ല. തെറ്റ് തിരുത്താനും ഞാൻ നന്നാവാനും വേണ്ടിട്ടല്ലേ ഒരു വഴക്ക് പറയണേ. പറഞ്ഞോട്ടെ, അതിനിപ്പോ എന്താ? കിടക്കണം. നമ്മളൊക്കെ ഇപ്പൊ കളരിക്ക് പുറത്ത്. തോമാസേ, ചേർത്തിയാർ ഉറങ്ങി കാണും. അല്ല, ഒന്ന് തൊട്ട് നിൽക്കാൻ ഇത്തിരി കാന്താരി മുളകിന്റെ ചമ്മന്തി കിട്ടിയാലേ ഇവനെ അങ്ങ് തീർക്കായിരുന്നു. അവളിപ്പോ ഉറങ്ങിക്കാണും. ഉറക്കമെന്ന് വെച്ചാ അവക്ക് വലിയ പ്രിയമാണ്. ഉറക്കത്തിന്ന് വിളിച്ച സ്വഭാവം മഹാമൂശേട്ടയാ.
ഇത് തീർക്കാനിപ്പോ എന്തിനാ തൊട്ട് വെക്കുന്നേ ഇങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പൊ തീർക്കണ്ട, കുറച്ച് ബാക്കിയായി പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. കഷ്ടം. ഒരു വെടിക്ക് മരുന്നിരിക്കുന്നത് നല്ലതാ. എന്നാ പോട്ടെ ഗോപി സാറേ. ആ ഉണ്ണി സാറേ, ഇന്നുള്ള സൗകര്യത്തിൽ കൂടുക, നാളെ ഞാൻ വേണ്ട ചെയ്യാ. അത് ഞങ്ങൾ നോക്കണം. പിന്നെ തോമസേ, ആ ചേടത്തിയാൽ ഉറക്കത്തിൽ വിളിച്ചെണിപ്പിക്കരുത്, അവരുടെ സ്വഭാവം മഹാമൂച്ചയാണ്. എന്നിട്ട് സാരി ചീത്തയാക്കിയതോ പോട്ടെ, എന്ത് ചെയ്താലും തലകിഴുക്കനെ ചെയ്യുള്ളൂ എന്ന് വെച്ചാലോ? ആ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി എടുത്തോണ്ട് വന്നൊന്ന് കാണണം. എനിക്ക് കണ്ടിട്ട് കലി വന്നു. താൻ അയാളെ ചീത്ത പറയുന്നത് സൂക്ഷിച്ചു വേണം. വല്ലാണ്ട് വരണ്ടാറുണ്ടല്ലോ, നിന്ന നിൽപ്പിൽ മൂത്രം ഒഴിക്കും. കേട്ടിടത്തോളം അതാ കക്ഷിയുടെ പ്രകൃതം. വഴക്ക് പറയുമ്പോ ഇപ്പൊ കരയെന്നുള്ള ആ ഒരു ഭാവം കാണണം. പാവം തോന്നും കേട്ടോ. ആ ഞാനങ്ങ് ഗൗരവം വിടാണ്ട് നിന്നേ ഉള്ളൂ. തന്റെ ആഫീസ് കൊള്ളാമല്ലോ. ഓരോന്നും ഓരോ ടൈപ്പാ. ആ ഒരു തൊട്ടാവടി ഉണ്ടായിരുന്നല്ലോ, ഭർത്താവ് കണ്ണു വിളിച്ചൊന്ന് നോക്കിയെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങണ പെണ്ണ്. ശോ, കഷ്ടമുണ്ട് കേട്ടോ ശ്രീയേട്ടാ. തുളസി ഇന്ന് വരുമ്പോ നെറ്റിൽ ഇതേ ഇവിടെ ഇട്ടൊരു മുറിവ്. ആദ്യം പറഞ്ഞു വാതില് മുട്ടിയതാന്ന്. പിന്നെ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കായപ്പോ എന്റെ അടുത്ത് വന്ന് എല്ലാം പറഞ്ഞ് കരയാ. സാധുക്കുട്ടി, എന്താ അതിന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ തുടങ്ങിയേക്കണാവോ? ആ കുറെയൊക്കെ ആ കുട്ടിയുടെയും കുഴപ്പമാ. ആ എന്തായാലും ആ കുട്ടിയുടെ ഭർത്താവല്ലേ അയാള്. അല്ല ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ അത് ഈ കാണുന്നവരുടെ മുഴുവൻ എഴുന്നള്ളിക്കാൻ നടക്കണേ? ബാക്കിയുള്ളവരുടെ സിമ്പതി വാങ്ങാൻ. ഞാൻ പറയണ വെച്ചാൽ ഈ കേൾക്കുമ്പോഴേക്കും അലിവ് കേട്ടാൻ തുടങ്ങണ നിങ്ങളൊക്കെ കൂടിയാ ഇതിന് വളം വെച്ചു കൊടുക്കും. അല്ലെങ്കിലും ആണുങ്ങളൊക്കെ ഒരേ സ്വഭാവക്കാരൻ. അവരെന്തു പറയണോ അതാ ശരി. എന്തോ കുന്തം